അബി നിന്റെ നിക്കറൊക്കെ നനഞ്ഞ മൊത്തം. ഓ നനഞ്ഞു. അവിടെ കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നല്ലേ? ഹായ് എവരിവൺ. എടാ അബി നിനക്കേ യാത്ര ചെയ്യാൻ ഇഷ്ടമാടാ? യാത്ര ചെയ്യാൻ ആരൊക്കെയാണ് ഇഷ്ടമല്ലാത്തത്? എല്ലാവർക്കും യാത്ര ഇഷ്ടമാണ്. പക്ഷെ ആർക്കും അതിനുള്ള സമയമില്ലല്ലേ? സത്യത്തില് എല്ലാവരും യാത്ര ചെയ്യുന്നുണ്ടോ? എന്താണ് നിന്റെ അഭിപ്രായം? എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവർക്കും അവരകത്ത് തിരക്കുണ്ട്. അതെ, സംഭവം എന്ന് വെച്ചാല് എല്ലാവർക്കും യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാര്യം മിക്കുള്ള ആൾക്കാരും നമ്മളെ യൂട്യൂബ് ചാനലിലും അല്ലാതെയൊക്കെ ഉള്ള എല്ലാ വീഡിയോസ് റീൽസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ട്. എല്ലാവരും കാണുമ്പോൾ നമുക്കൂടെ അവിടെ പോയാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പൊതുവേ ഈ പറഞ്ഞ ഫാമിലിയുടെ തിരക്ക്, പിന്നെ ചില ആൾക്കാർക്ക് ജോലിയുടെ തിരക്ക്, പിന്നെ സാമ്പത്തികപരമുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ എല്ലാവർക്കും ഫാമിലി ആയിട്ട് ദൂര സ്ഥലങ്ങളിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല പ്രണവേ. അപ്പോൾ നമ്മൾ ഈ വ്ലോഗ് കൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മുടെ നാടോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ജോലി സംബന്ധമായിട്ട് താമസിക്കുന്ന എവിടെ ആയിക്കോട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സ്വന്തം സ്ഥലത്ത് ആർക്കും ഒരു വിലയില്ല. അതെ, നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നാട്ടിൻപുറത്ത് താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും സിറ്റി താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ താമസിക്കുന്ന ആ ഒരു ചുറ്റളവിൽ എങ്ങനെ പോയാലും നമ്മൾ നോക്കിയ ഒരു കുറച്ചെങ്കിലും നല്ല വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ആയിരിക്കത്തില്ല, എങ്കിലും നമുക്ക് ഫാമിലി ആയിട്ട് ഫാമിലി ആയിട്ട് പോയി നമുക്ക് കാമായിട്ടിരിക്കാനും കുറച്ചൊക്കെ എൻജോയ് ചെയ്യാനും പറ്റിയ വളരെ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കഴിവതും എല്ലാവരും അവരവരുടെ സ്ഥലത്ത് ദൂര സ്ഥലങ്ങളിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് നമ്മൾ താമസിക്കുന്നതിന് അടുത്തായിട്ട് ഒരു മാക്സിമം ഒരു 10 കിലോമീറ്ററിന് ചുറ്റളവിലുള്ള സ്പേസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ പോകാൻ നോക്കണം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലുള്ള തന്നെ ഒരു ഹിഡൻ സ്പോട്ട്, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല, പക്ഷെ നമ്മൾ താമസിക്കുന്നതിന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ, ഒരു 4 കിലോമീറ്ററിനകത്തുള്ള പറപ്പാണി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഹിഡൻ സ്പോട്ടിലാണ് വരുന്നത് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഹിഡൻ സ്പോട്ടിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പൊ നമ്മളെ യാത്ര ഇന്ന് ഹിഡൻ സ്പോട്ടിലോട്ട് പോയാലടാ. അബിയടാ പതുക്കെ നടടാ. ഏതിലാടാ? അതിലേ കൂടെ കണ്ടല്ലേ? ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോവാനുള്ളത്. വലിയ പാർക്കിംഗ് ഏരിയ കാര്യങ്ങളൊന്നുമില്ല. റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാം. അഥവാ വരികയാണെങ്കിലും റോഡ് സൈഡിൽ ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് ഇതിനൊക്കെ ഇറങ്ങിപ്പോവാം. ഓക്കെ, ബാ ഇറങ്ങിക്കോ. സൂക്ഷിച്ച് പറഞ്ഞ ഹിഡൻ സ്പോട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ തടമാണ്, കാറൊന്നും അങ്ങ് സ്പോട്ട് വരെ പോകില്ല. ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് താഴേക്ക് ഇറങ്ങി പോകാൻ പറ്റും. ഈ കാണുന്ന വഴിയാണ് നമുക്ക് ഇറങ്ങി പോകാനുള്ളത്. പ്രത്യേകിച്ച് പബ്ലിക് ഇഷ്യൂ കാര്യങ്ങൾ അങ്ങനെ ഉള്ള സ്ഥലമൊന്നുമല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് കാമായിട്ട് വന്ന് കാണാനും ജസ്റ്റ് ഒന്ന് കുളിക്കാനും അല്ലെങ്കിൽ വന്ന് കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറ്റിയ ഒരു ചെറിയൊരു സ്പോട്ടാണ്. ഞാൻ പറഞ്ഞ ഒരു റബ്ബറും കാറിൻ്റെ അകത്തൂടെയാണ് നമുക്ക് പോകാനുള്ളത് കേട്ടോ. നമ്മൾ ആ അബിക്കുട്ടൻ താ പോകുന്നു. പ്രത്യേകിച്ച് വഴിയൊന്നുമില്ല. വഴി ആൾക്കാർ നടന്നു പോയിരുന്നുണ്ട്. ഇപ്പൊ കരിയിലേക്ക് കിടക്കുന്നത്, അല്ലാതെ സ്ഥിരമായിട്ട് ആൾക്കാർ വന്നോണ്ടിരിക്കുന്ന ഒരു സ്ഥലമല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പോണ വഴിക്ക് അത്യാവശ്യം പാറയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലേ മുകളിലോട്ടൊക്കെ. നമ്മളെ സ്പോട്ട് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. കൊള്ളാലോ ഇവിടെ. അബിയെ കാണുന്നില്ലടാ? അതെ അതെ അതെ, ഇതാണ് സ്പോട്ട്. കുറച്ച് പാറയൊക്കെ ഉണ്ട്, സൂക്ഷിച്ചൊക്കെ ഇറങ്ങണം. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് നോക്കാം. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ഹിഡൻ സ്പോട്ട്. ഇപ്പോൾ വെള്ളം കുറവാണ്, എങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ശരിക്കും പാറയൊക്കെയാണ്. ആ കാണുന്ന ഒരു ചെറിയ പാറ ഒരു ഗുഹ പോലെയൊക്കെയാണ്, അവിടെ കുഴിയൊക്കെയാണ്. അതെ, ഒരു മുകളിലോട്ടെല്ലാം നല്ല പാറകളാണ്. നല്ല വെള്ളമുള്ള സമയത്താണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയാണ്. ഇപ്പൊ ഒരു മീഡിയം ലെവൽ വെള്ളമാണ്. കുളിക്കാനൊക്കെ നല്ല. അതെ, ഈ സ്പോട്ടിൽ താഴെയൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് തന്നെ പോയി നോക്കണം. നമ്മൾ വന്നിറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത് തൊട്ട് താഴത്തെ പോർഷനിലാണ്. ഇതിന്റെ തൊട്ട് മുകളിലോട്ടാണ് ആ ഗുഹ എന്ന് പറഞ്ഞ സ്ഥലം. നമുക്ക് ആ ഗുഹയിലോട്ടൊന്ന് പോവാം. ബാ പതുക്കെ കേട്ടോ, സൂക്ഷിച്ച്. ഇവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് നിൽക്കാനൊക്കെ പറ്റും. പക്ഷെ ഇനി കാണിക്കുന്ന പോർഷൻ തന്നെ ഈ പാറയുടെ ഈ ഭാഗത്ത് നിന്ന് വരും. കണ്ടാലും വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഈ പാറയുടെ ആ പോർഷനായിട്ട് കുഴിയാണ്. അപ്പൊ ഇവിടെ വന്നാലും ആ ഭാഗത്തേക്ക് അധികം ഇറങ്ങാതിരിക്കുക. അതായത് വെള്ളം വന്ന് ഫോഴ്സിൽ ഇറങ്ങിയിട്ട് അവിടെ കുഴിയുള്ള ഒരു സ്പോട്ടാണ്. നമുക്ക് വെള്ളത്തിന്റെ കേസ് നമ്മൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് ആഴത്തെത്തോളം അറിയാൻ പറ്റില്ല. കാര്യം വെള്ളം ഫോഴ്സിൽ വന്ന് ഇറങ്ങിയിട്ട് ആ ഭാഗത്ത് കുഴിയുണ്ട്. അപ്പൊ അവിടെ സൂക്ഷിച്ച് ഇറങ്ങാതിരിക്കുക. അവിടെ സൂക്ഷിച്ച് ഇറങ്ങാന്നില്ല, അവിടെ ഇറങ്ങാതിരിക്കുക. ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഒന്ന് ജസ്റ്റ് കുളിക്കാനും ജസ്റ്റ് എൻജോയ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ വന്ന് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഇരിക്കാനും പറ്റിയ സ്ഥലമാണ്. പിന്നെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കാര്യം നല്ല പാറ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതെ, കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അത്യാവശ്യം നല്ല സ്പോട്ടാട്ടോ, കുഴപ്പമില്ല. അത്യാവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ വേണം വരാല്ലേ? വൈകുന്നേരങ്ങളിൽ വരാം. ഇച്ചിരി കാമായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. പക്ഷെ നല്ല വെള്ളമുള്ള സമയത്താണെങ്കിൽ കാണാൻ കുറച്ചും കൂടെ നല്ല വ്യൂ ആയിരിക്കും. ഇപ്പൊ ഒരു മീഡിയം ലെവൽ വെള്ളമാണ്, അതുകൊണ്ടാണ് ഈ പാറയുടെ ഇടയിൽ നിന്നുള്ള ആ ഒരു ഫോൾസിന്റെ ഭംഗി നമുക്ക് അധികമായിട്ട് കിട്ടാത്തത്. എന്നാലും അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ്.
ചെരുപ്പ് ഊരി ഇട്ടിട്ട് പോവാം, അതാണ് ഏറ്റവും നല്ലത്. കാരണം തെന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ നല്ല വെള്ളം ഇറങ്ങുന്ന സമയത്ത് പൊളിയായിരിക്കും. കാര്യം ഫുള്ള് പാറയിൽ കൂടെ ഇങ്ങനെ വെള്ളം അടിച്ചിട്ടായിരിക്കും വരണത്. അപ്പൊ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല മഴ സമയമൊക്കെ മഴ സമയം വരട്ടെ. മഴ സമയം വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വരണം. മഴ സമയം വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന്, അല്ലെങ്കിൽ നല്ല വെള്ളമുള്ള സമയത്ത് ഒന്നുകൂടെ വീഡിയോ മഴ സമയത്ത് നമുക്കൊന്ന് ഇടാം. അതെ, അബിക്കുട്ടൻ പിടിച്ച് പോവാണ് ഇതിൽ കൂടെ. വാ വാ, അപ്പി പിടിച്ചതാ ഒരു സ്ഥലം എത്തിയിട്ടുണ്ട്. അതെ, നമ്മൾ മോൾ ഭാഗത്തേക്ക് പോവുകയാണ്. സംഭവം നിറച്ചും പാറ ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പതുക്കെ പിടിച്ച് ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് മോൾ ഭാഗത്ത് കാണാനായിട്ട് പോവാം. പക്ഷെ നല്ല വെള്ളമുള്ള സമയത്ത് ഈ പാറ നടക്കാൻ പറ്റത്തില്ല. വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടുക്കാൻ പോലും പറ്റത്തില്ലല്ലേ. ഒന്നത് വെള്ളമൊക്കെ വേണ്ടി പാറയൊക്കെ നല്ല പോളിഷ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ കാല് വെള്ളം നനഞ്ഞ് പാറ ചവിട്ടുമ്പോഴും വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ. അപ്പൊ പറഞ്ഞേ നമുക്ക് ജസ്റ്റ് മോളിലോട്ട് പോവാം. നീ ചാടി കൊരകൻ ചാടണമെങ്കിൽ ചാടി പോവുകയാണല്ലേ. അതെ, ഇവിടെ ഒരു പടിയണൊക്കെ ഉണ്ട്, ചാടി കയറി. അപ്പോൾ മുകളിലത്തെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അതെ, മോൾ ഭാഗം തന്നെ ആ വെള്ളം വന്ന് വീഴുന്ന ഒരു സ്പോട്ടും ഇവിടേക്ക് കുറച്ച് ഫ്രീ ആയിട്ടുള്ള സ്പേസ് ആണ്, കുഴപ്പമില്ല, വലിയ കുഴിയൊന്നുമില്ല, നമുക്ക് ഇറങ്ങാം. പക്ഷെ പാറയുടെ ഇടുക്കിലേക്ക് വന്നിട്ട് ഈ സമയത്ത് കുളിക്കാമല്ലോ സത്യം പറഞ്ഞാൽ. പക്ഷെ പാറയുടെ ഇടുക്കിലോട്ടൊക്കെ പോകുന്നത് വളരെ ശ്രദ്ധിക്കണം. എത്രത്തോളം കുഴി ഉണ്ടെന്നോ അല്ലെങ്കിൽ ഭയങ്കര ഷാർപ്പായിട്ട് ഇരിക്കുകയാണോ നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം വന്നിട്ട് ഇവിടെയൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ഇഷ്ടം ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. നോക്കിയാണ് ആ ഒരു കൈവഴി പോലും നോക്കിയാണ് പറഞ്ഞത്. ആ പോർഷൻ, അതായത് നമുക്ക് വെള്ളം ഉള്ള സമയത്ത് ഭയങ്കര ഫോഴ്സ് ആയിരിക്കും. പക്ഷെ ഈ ഒരു ടൈമിൽ കാണാനും ഭംഗിയുണ്ട് അല്ലേ, നല്ല രസമുണ്ട്. നമുക്ക് അങ്ങോട്ടോടെ ഒന്ന് പോയി നോക്കാം. നമ്മൾ എന്തായാലും അങ്ങോട്ടൊന്ന് പോട്ടെ. ഈ കാണുന്ന ഈ വലിയ പാറയുടെ നമ്മുടെ ഗുഹ പോലെ പാറയുടെ പിറകു വശം, അതിന്റെ പിറകു വശമാണ് ഈ കാണുന്നത്. വെള്ളച്ചാട്ടം നോക്കി ഒരു സൈഡിൽ കൂടെ കണ്ട ഒരു കൈവഴി പോലെ വെള്ളം വരുന്നത്. ഇവിടെ പണ്ട് എനിക്ക് തോന്നണ പണ്ട് വല്ല ഉരുൾപൊട്ടലെല്ലാം ഉണ്ടായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും വലിയ പാറകൾ ആയിരിക്കും. അല്ലാതെ ഇത്രയും വലിയ പാറകൾ ഇങ്ങനെ വന്ന് സ്റ്റക്കായി നിൽക്കാൻ സാധ്യതയില്ല. ഇല്ല. വാ, എന്തായാലും അപ്പുറത്തോട്ട് പോവാം. ഇതിന്റെ മുകളിൽ എങ്ങനെ കയറൂടാ? അതിന്റെ മുകളിൽ കയറാൻ പറ്റത്തില്ല. ക്യാമറ താത്തിയിട്ടുണ്ട്. ആ പാറയെ കൂടെ ചവിട്ടി ഈ പാറയെ പിടിച്ചു പോകാനേ പറ്റുള്ളൂ. എന്തായാലും പറഞ്ഞാൽ നല്ല റിസ്ക് ആണ് കേട്ടോ ഇവിടെ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നോക്കി, ആഹാ, ഇതാണ് ഈ കൈവഴി. നോക്കി, ഇതേനുണ്ടോ? പൊളിയല്ലേ ഈ സൈഡിൽ കൂടെ അല്ലേ കുഞ്ഞ് കൈവരി പോലെ വെള്ളം ഒഴി വരുന്നുണ്ട്. പക്ഷെ ഇങ്ങോട്ടത്തേക്ക് വരാൻ ഇച്ചിരി പാടാണ്. കുട്ടികളെ കൊണ്ടൊന്നും പെട്ടെന്ന് ഇങ്ങനെ വരാൻ പറ്റത്തില്ല. എന്നാലും വലിയ റിസ്ക് ഇല്ല, എന്തായാലും സൂക്ഷിച്ച് വരണം. വെള്ളം വന്ന് വീഴുന്നത് സൂപ്പർ കേട്ടോ. ഈ ഒരു പോർഷനിലൊക്കെ വന്നിരുന്ന് കുളിക്കാനൊക്കെ പൊളിയാണ്. ഈ ഒരു സമയത്തേക്ക് കൊള്ളാവൂ. നമുക്ക് ഈ താഴെ പോർഷനിലാണെങ്കിൽ കുളിക്കാനൊക്കെ പറ്റും. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമ്മൾ രണ്ടാമത് മുകളിൽ കയറിയപ്പോൾ കാണിച്ച ഒരു ഏരിയയിലും ജസ്റ്റ് ഒന്ന് ഇരുന്ന് കുളിക്കാനൊക്കെ പറ്റും. പക്ഷെ മുകളിലോട്ട് ഫുള്ള് പാറയാണ്. അങ്ങോട്ട് നമുക്കൊരു അഡ്വഞ്ചർ എന്നുള്ള രീതിയിൽ സാധാരണക്കാർക്ക് കയറാൻ പ്രയാസമായിരിക്കും. കാര്യം അത്രയും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ഈ ഇടന്ന് പിന്നെ വലിയ അലോഡ് ഉണ്ടാവുമെന്നും അറിയില്ല. കാര്യം ഇവിടെ അതൊരു ടൂറിസ്റ്റ് സ്പേസ് അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇവിടെ നാട്ടിലുള്ള ഇപ്പൊ എന്റെ തന്നെ അടുത്ത രണ്ടു സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവരുടെ വിളിച്ചു ചോദിച്ചപ്പോൾ അവരൊക്കെ വല്ലപ്പോഴാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. അല്ലാതെ കൂടുതൽ വെളിയിൽ നിന്നുള്ള ആൾക്കാർ അങ്ങനെ വന്നിട്ടില്ല. അങ്ങോട്ട് കയറാൻ പറ്റൂടാ? അങ്ങോട്ട് കയറാൻ പറ്റും, പക്ഷെ കുറച്ച് റിസ്ക് ആണ്. വേണ്ടല്ലേ? വേണ്ട, കേറണ്ട. കാര്യം അതെ. എന്താ പരിപാടി സത്യം പറയാൻ? അപ്പൊ ഈ ഹിഡൻ സ്പോട്ടിലേക്ക് പറ്റുന്ന ആൾക്കാരൊക്കെ വരിക, വളരെ ശ്രദ്ധിച്ചും കണ്ടും ഇവിടെ ഇറങ്ങുക, കണ്ട് ആസ്വദിക്കുക. കുട്ടികളെ കൊണ്ട് വരികയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വന്ന് ഇറങ്ങുന്ന പോർഷൻ വലിയ കുഴപ്പമില്ല, പക്ഷെ മുകളിലേക്ക് ഒന്ന് കയറുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം കയറാൻ. ഈ ചെറിയ വഴുക്കലൊക്കെ ഉണ്ട്. ഇപ്പൊ ഉണക്കായതുകൊണ്ട്, അതായത് ഇപ്പൊ നല്ല വെയിലുള്ള ടൈം ആയതുകൊണ്ടും വെള്ളം വളരെ കുറവായതുകൊണ്ടും നമുക്ക് ഈ പോർഷനിലേക്ക് ഒന്ന് വന്ന് വീഡിയോ എടുക്കാൻ പറ്റി. കൂടുതലാണെങ്കിൽ കിടന്ന് വരാൻ പറ്റില്ല. കാര്യം ഈ പാറയുടെ മുകളിൽ കൂടെ കംപ്ലീറ്റ് വെള്ളമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആർക്കും നഷ്ടമൊന്നും ആവത്തില്ല. അതെ, കാരണം നല്ലൊരു ഡെസ്റ്റിനിയാണ്, നല്ലൊരു ഹിഡൻ സ്പോട്ട് അല്ലേ? അതെ, ഇത് നമ്മുടെ കിളിമാനൂർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും. കാരണം നമ്മുടെ നാട്ടിലുള്ള പയ്യന്മാർക്കൊക്കെ അറിയായിരിക്കും, ചിലപ്പോൾ വന്നിട്ടുള്ളതായിരിക്കും. പിന്നെ കൂടുതലായിട്ടുള്ള ഫാമിലിക്കോ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർക്കോ ചിലപ്പം അറിയാൻ സാധ്യതയില്ല. അപ്പൊ ഈ സ്ഥലം അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ വന്നിരിക്കാനും ചെറുതായിട്ടൊക്കെ. ഉച്ച സമയത്ത് വരുന്നത് നിൽക്കാൻ വയ്യ, കാലൊക്കെ പൊള്ളുന്നുണ്ടറിയോ? അതെ, ഈവനിങ് വരികയാണെങ്കിൽ ജസ്റ്റ് താഴെ പോർഷനിൽ ചെറുതായിട്ട് കുട്ടിയൊക്കെ ആണെങ്കിലും വലിയ കണക്കിലും ഒന്ന് കുളിക്കാനൊക്കെ പറ്റും. പിന്നെ ഈ സ്ഥലത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു മീഡിയം ലെവലിൽ വെള്ളമായതുകൊണ്ട് കാണാനും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഭംഗിയാണ്. നമ്മളിപ്പോ ലാസ്റ്റ് കാണിച്ച ഈ കൈവഴി എന്ന് പറയുന്നത് മുകൾ പോർഷനിലാണ്. അപ്പൊ ഇങ്ങോട്ട് പറഞ്ഞാൽ ഇത്തിരി റിസ്ക് ആണ്. എന്നാലും വളരെ ശ്രദ്ധിച്ചൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇത് കണ്ട് ആസ്വദിക്കാം. ഇനി മുകളിലോട്ട് പാറകളുണ്ട്. എത്ര ഒന്ന് കാണിച്ചാൽ മുകളിലോട്ടുള്ള പാറകൾ, മുകളിലോട്ട് പാറകളുണ്ട്. വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുകളിൽ ഇങ്ങനെ വെള്ളം വന്ന്
ഈ ഗുഹയ്ക്കകത്തോട്ട് ഇതിന്റെ അടിയിൽ കൂടെ അതായത് രണ്ട് പാറകൾ ഇടയിൽ കൂടെയാണ് പോണത്. പക്ഷെ അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ഗുഹയ്ക്കകത്തൂടെ വരുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അടിപൊളി സ്ഥലം തന്നെ അല്ലേ. അപ്പൊ മുകളിലേക്ക് നമ്മൾ കയറുന്നില്ല, ഇച്ചിരി റിസ്ക് കൂടുതലാണ്. അപ്പൊ ഇതിനിടയിൽ കൂടെയാണ് ഈ വെള്ളം വരുന്നത്. ഇപ്പൊ മീഡിയം ലെവൽ വെള്ളമായതുകൊണ്ട് ഈ ഒരു ഭംഗിയോട് നമുക്ക് എല്ലാവർക്കും ഇറങ്ങാം. നല്ല വെള്ളമുള്ള സമയത്ത് കാണാൻ ഭംഗിയായിരിക്കും, നമുക്ക് അക്കരെ ഒന്ന് കാണാൻ ഭംഗിയായിരിക്കും, ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധിച്ചും കണ്ടൊക്കെ നമ്മൾ ഈ വീഡിയോ ഇടുന്നതിന്റെ ഭാഗമായി അറിയാത്തവർ അറിയുകയാണെങ്കിൽ വരിക, ആസ്വദിക്കുക. തിരിച്ച് പോവാണ് നമ്മള്. അബിയെ നിന്റെ നിക്കറൊക്കെ നനഞ്ഞ മൊത്തം. അവിടെ കുറച്ച് ഹൈറ്റ് ഉണ്ടായിരുന്നല്ലേ? അതേ സംബന്ധമില്ലേ, നമ്മൾ തിരിച്ച് പാസ് ചെയ്ത് ഇറങ്ങി വന്ന നമ്മൾ അങ്ങോട്ട് പോയ സ്ഥലത്ത് കൂടെ നടന്നു ഇറങ്ങി വന്നപ്പോ ഈ വെള്ളം വീണിട്ട് കുറച്ചൊരു കുഴി ഉണ്ടായിരുന്നല്ലേ? വെള്ളം വീണിട്ട് പാറയുടെ ഇട സൈഡിൽ കാലം തന്നെയപ്പോ നല്ല കുഴിയുണ്ട്. അതായത് വെള്ളം വന്ന് ഫോഴ്സിൽ വീഴുന്നതുകൊണ്ട് നമ്മൾ കാണുമ്പോൾ വലിയ കുഴിയായിട്ട് തോന്നില്ലെങ്കിലും ആ സ്ഥലങ്ങളിൽ ചിലപ്പോൾ കുഴി ഉണ്ടാവും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ നമ്മളിങ്ങനെ സ്ഥലങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു കമ്പോലും വെച്ചിട്ട് ജസ്റ്റ് നോക്കിയാൽ നമുക്ക് അവിടെ കുഴി ഉണ്ടോ എന്നുള്ള അറിയാൻ പറ്റും. ഇങ്ങോട്ട് കാലൊന്ന് സ്ലിപ്പായി ചെറുതായിട്ട് നനഞ്ഞു. ഇതുവഴി ഇറങ്ങാം കേട്ടാ. തിരിച്ചു പോണേ, സൂക്ഷിച്ച് പോണേ, നടക്കാൻ വയ്യേ, കാല് പൊള്ളണേ. അമ്മോ, നീ അവിടെ ചാടിയാടാ? ഇതുവഴി അതിൽ ചവിട്ടിട്ട് വാ. കൊട്ട വെയിലത്തൊന്നും വന്ന് കേറിക്കളയല്ലേ. അപ്പൊ വളരെ ശ്രദ്ധിച്ച് വന്നു കഴിഞ്ഞാല് കുഴപ്പമില്ല. അഡ്വഞ്ചറൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്ത് നമുക്ക് നടന്നാൽ കാണാം. പക്ഷെ വളരെ ശ്രദ്ധിച്ച് വേണം നടക്കാൻ. ഇവിടെ സൂക്ഷിച്ചിറങ്ങണേ. നല്ല ചൂട്, നീ ഇറങ്ങപ്പുറം, എന്നിട്ട് ഞാൻ വരാം. എടാ, അത് ഉച്ചനെ പാറയില്ല സാധാരണ ഇതില് നല്ല രീതിയിൽ പഴുത്ത് കിടക്കല്ലേ ഉള്ളൂ. സൂക്ഷിച്ചു പറഞ്ഞു. നന്നായിട്ട് പൊള്ളുന്നുണ്ട് കേട്ടാ, ഒരു രക്ഷയില്ല. അബി ചാടിക്കോ. നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അബി പറയാനുള്ളതൊക്കെ പറഞ്ഞോ. അപ്പൊ ഈ സ്പോട്ടിന് പറയുന്ന പേര് ചുണ്ടലിയാർ എന്നാണ്. ചുണ്ടലിയാർ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയില്ല. കാര്യം എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന് അടുത്തായിട്ട് താമസിക്കുന്നത്. ഞാൻ പുള്ളിയെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ ചിറ്റാറിന്റെ ഒരു കൈവഴി എന്നാണ് ഇതിന് പറയുന്നത്. ചുണ്ടലിയാർ എന്നാണ് ഈ സ്പോട്ടിന് പറഞ്ഞ പേര്. അപ്പൊ കിളിമാനൂരിൽ നിന്ന് നമ്മുടെ തൊളുക്കുഴി വരുന്ന വഴിക്ക് ഒരു 4 കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു ഹോളോ ബ്രിഡ്ജ് ഉണ്ട്. നമ്മുടെ കിളിമാനൂർ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ ഉള്ള ലെഫ്റ്റ് എടുക്കണം. നമ്മൾ കിളിമാനൂർ ട്രിവാൻഡ്രം പോണ വഴിക്കാണെങ്കിൽ ലെഫ്റ്റ് എടുക്കണം. ട്രിവാൻഡ്രം വരെയാണെങ്കിൽ റൈറ്റ്, കിളിമാനൂരിൽ വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡ്. അതെ, അതായത് നമ്മുടെ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തൊളുക്കുഴിയിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്. ആ റോഡ് വഴി വന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ, 4 അല്ല ഒരു 3-3.5 കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് നമുക്ക് റൈറ്റ് സൈഡിൽ ഹോളോ ബ്രിഡ്ജ് കാണാം. ആ ഹോളോ ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ അവിടെ നിന്ന് റൈറ്റിലേക്ക് ഒരു ചെറിയ തടം, ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല, ഒരു നല്ല ഇറക്കമുണ്ട്. ആ തടം ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഈ സ്പോട്ടിൽ വരുന്നത്. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ എല്ലാവരും വന്നിട്ട് ഈ ഒരു പോർഷനൊക്കെ നമുക്ക് താഴെ പോർഷൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനൊക്കെ ആണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വന്ന് ഇറങ്ങി കുളിക്കാനും ഇരിക്കാനൊക്കെ പറ്റും. പക്ഷെ മോളോട്ടുള്ള പോർഷനിൽ അഡ്വഞ്ചറൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് കയറാം. പക്ഷെ കുട്ടികളെ കൊണ്ട് കയറുന്നത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ കണ്ടിരിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാണ്. നല്ല വെള്ളമുള്ള സമയത്ത് നല്ലൊരു ഹിഡൻ സ്പോട്ട്. അതെ, വെള്ളമുള്ള സമയത്ത് നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. കാര്യം ഈ പാറയുടെ മുകളിലൊക്കെ നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നതാണ്. അപ്പോൾ എല്ലാവരും കഴിവതും അറിയുന്ന ആൾക്കാർക്ക് അറിയാം, അറിഞ്ഞുകൂടാത്ത ആൾക്കാർ നമ്മളെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക, വന്നിരിക്കുക, എൻജോയ് ചെയ്യുക. രാവിലെയും വൈകിട്ടും വരിക. ഉച്ചയ്ക്ക് വന്നാൽ നിൽക്കാൻ പറ്റില്ല, പാറയിലൊക്കെ ഭയങ്കര ചൂടാണ്. സമയത്ത് ദയവ് ചെയ്ത് വരരുത്, നല്ല ചൂടാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓക്കെ, അപ്പോൾ